നമസ്കാരം. കേരള തീരത്തോട് ചേർന്നുള്ള അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ വീണ്ടും അപകടം. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകാനിരുന്ന ചരക്ക് കപ്പലിന് നടുക്കടലിൽ വെച്ച് തീപിടിച്ചു. ബേപ്പൂർ ആഴിക്കൽ തുറമുഖത്തിന് സമീപമാണ് സംഭവം. കപ്പലിൽ 22ഓളം ജീവനക്കാരുണ്ടെന്നാണ് വിവരം. നേവിയും കോസ്റ്റ് ഗാർഡും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ, വിമാനങ്ങൾ എന്നിവ വഴിയുള്ള നിരീക്ഷണവും ആരംഭിച്ചു. കപ്പലിന് തീപിടിച്ചതിന് പിന്നാലെ 50 കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു. കേരള തീരത്ത് നിന്ന് 120 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. അതേസമയം കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരിൽ ഭൂരിഭാഗം പേരും കടലിൽ ചാടിയതായി റിപ്പോർട്ടുണ്ട്. 650ഓളം കണ്ടെയ്നറുകളുമായി മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. വാൻഹായ് 503 എന്ന സിംഗപ്പൂർ ഷീഡർ ഷിപ്പാണ് അപകടത്തിൽപ്പെട്ടത്. കൊച്ചി, അഴീക്കൽ, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ടീമുകൾ രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ടിട്ടുണ്ട്. കപ്പലിൽ പൊട്ടിത്തെറിയുണ്ടായി എന്നാണ് വിവരം. ഇതേ അന്താരാഷ്ട്ര ചാനലിലുണ്ടായിരുന്ന മറ്റ് കപ്പലുകൾക്ക് അടിയന്തര സന്ദേശം കൈമാറി. നേവിയും കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. നാവികസേനയുടെ INS സൂറത്ത് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ വിവരം അറിഞ്ഞ INS സൂറത്ത് സംഭവ സ്ഥലത്തേക്ക് തിരിക്കുകയായിരുന്നു. അതേസമയം വാൻഹാസ് 503 കപ്പലിന്റെ സമീപം മറ്റൊരു കപ്പൽ ഉണ്ടായിരുന്നുവെന്നും അവർ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും നാവികസേന PRO അതിൽ പിള്ള മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം കടലിലേക്ക് ചാടിയ കപ്പൽ ജീവനക്കാർക്ക് അടിയന്തര ചികിത്സ നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. അതേസമയം കപ്പലിൽ സ്ഫോടക വസ്തുക്കളാണെന്ന തരത്തിലും ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. അപകട സമയത്ത് മണിക്കൂറിൽ 14 നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് കപ്പൽ സഞ്ചരിച്ചത്. യാത്ര തുടങ്ങി 11ാം മണിക്കൂറിലാണ് അപകടം. കോഴിക്കോട് തീരത്ത് നിന്ന് 66 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത്. അപകട സമയത്ത് 22 ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു. 18 പേർ കടലിൽ ചാടി. 2005 നിർമ്മിച്ച ഈ കപ്പൽ നിലവിൽ സിംഗപ്പൂർ പതാകയ്ക്ക് കീഴിലാണ് സഞ്ചരിക്കുന്നത്. 269 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ളതാണ് ഈ കപ്പൽ. കപ്പലിൽ പലതവണ പൊട്ടിത്തെറി ഉണ്ടായെന്നാണ് ലഭിക്കുന്ന വിവരം. കപ്പലിലെ തൊഴിലാളികൾക്ക് പൊള്ളലേറ്റതായി സംശയമുണ്ട്. ഇവരെ കേരള തീരത്ത് എത്തിച്ചാൽ ചികിത്സ നൽകാനാവാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താൻ എറണാകുളം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം കേരള തുടർച്ചയായി ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ലൈബീരിയയിൽ ചരക്കുകപ്പൽ MSC എൽസ കൊച്ചി തീരത്താണ് അപകടത്തിൽപ്പെട്ടത്. അറബിക്കടലിൽ കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത്. വിഴിഞ്ഞത്ത് നിന്നും കൊച്ചി തുറമുഖത്തേക്ക് പുറപ്പെട്ട കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.